ഹായ്, നമ്മുടെ ടെക്നോ കൊമേഴ്ഷ്യൽ സീരീസിലുള്ള വീഡിയോസ് തുടങ്ങുകയാണ്. അതിലെ ആദ്യത്തെ വിഷയം സെയിൽസ് തന്നെ ആയിരിക്കട്ടെ എന്ന് കരുതി. കാരണം സെയിൽസ് ആണ് ബിസിനസ്സിൻ്റെ ആത്മാവ് എന്ന് തന്നെ പറയാം. സെയിൽസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. ഒരു ബിസിനസ് ഓണറും നല്ലൊരു സെയിൽസ്മാൻ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം ഒരു ബിസിനസ് ഓണർക്ക് സെയിൽസ് സ്കിൽ ഇല്ല എങ്കിൽ അയാളുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. തൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് സ്റ്റാഫുകളൊക്കെ സെയിൽസിന് വേണ്ടി ഉണ്ടാകാം, പക്ഷേ ആ ബിസിനസ് ഓണറും തരക്കേടില്ലാത്ത ഒരു സെയിൽസ്മാൻ ആയിരിക്കണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? അടിസ്ഥാനപരമായി സെയിൽസ് എന്നാൽ ഒരാശയത്തെ മറ്റൊരാൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ അവതരിപ്പിച്ച് അയാളെ കൊണ്ട് അത് സ്വീകരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫുകളെയൊക്കെ നമ്മുടെ കോർ വാല്യൂ, നമ്മുടെ ഐഡിയ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ടത് സ്വീകരിപ്പിച്ച് അവരെ കൊണ്ടത് ചെയ്യിക്കാൻ സാധിക്കുമ്പോഴാണ് ഒരു സ്ഥാപനത്തിലെ ബിസിനസ് സ്കെയിലപ്പായി വരുന്നത്. സോ സെയിൽസ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊക്കെ ടെലി സെയിൽസ് ഇത്രമേൽ വ്യാപകമല്ല. ഇപ്പോൾ ടെലി സെയിൽസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുമ്പൊക്കെ കസ്റ്റമറുടെ അടുത്ത് ചെന്ന് സെയിൽസ് ചെയ്യുന്ന സാഹചര്യങ്ങളായിരുന്നു കൂടുതൽ. ആ സമയത്ത് സെയിൽസിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതുപോലെ ഡ്രസ്സ് ചെയ്യുക, കസ്റ്റമറുടെ അതേ ബോഡി ലാംഗ്വേജ് നമ്മളും പാലിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ടെലി സെയിൽസിൽ അതൊന്നുമില്ല. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് ലഭിക്കുന്ന ലീഡുകൾ, അതൊക്കെ ടെലി സെയിൽസ് മാത്രമാണ് പ്രാക്ടിക്കലായിട്ടുള്ളത്. ഫോൺ എടുത്ത് വിളിക്കുക, അത്ര തന്നെ. അപ്പോൾ നേരിട്ട് കസ്റ്റമറെ കണ്ട് സെയിൽസ് നടത്തിയിരുന്ന കാലത്ത് നമ്മൾ നമ്മുടെ ആശയത്തെ മറ്റൊരാൾക്ക് നൽകാനായി പാലിച്ചിരുന്ന കുറച്ച് രീതികളുണ്ട്. ആ രീതികളൊന്നും പൂർണ്ണമായി ഇപ്പോൾ ആപ്ലിക്കബിൾ അല്ല. ഇപ്പോൾ ടെലി സെയിൽസിൽ ഇതെല്ലാം നമ്മുടെ ടെലിഫോണിക് പേഴ്സണാലിറ്റിയിൽ ചേർക്കേണ്ടതായിട്ട് ഉണ്ട്. സോ സെയിൽസ് സ്കില്ലിൽ, പ്രത്യേകിച്ച് ടെലി സെയിൽസ് സ്കില്ല്, നമ്മളെല്ലാവരും ഇന്ന് അഭ്യസിച്ചിരിക്കേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പലർക്കും നല്ല സെയിൽസ് സ്റ്റാഫ് ഇല്ല എന്നുള്ളത് വലിയൊരു പരാതിയാണ്. ആക്ച്വലി സെയിൽസ് സ്റ്റാഫ് ഇല്ലാത്തതല്ല, സെയിൽസ് സ്റ്റാഫിന് ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് നൽകാനായിട്ട് പലർക്കും കഴിയാറില്ല. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കുന്ന ലീഡുകൾ, പല ലീഡുകളും വിളിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാറില്ല. ചാറ്റ് ബോട്ടിലൂടെ വന്ന ലീഡാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ലൂക്ക് വാമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ആ കസ്റ്റമേഴ്സ് ചെയ്യുക. ഒടുവിൽ നമ്മൾ തന്നെ മടുത്തു പോകും. ഇത് ആക്ച്വലി സെയിൽസ് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. സെയിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ തന്നെ വിൽക്കുക എന്നുള്ളതാണ്. കാരണം ഒരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിനെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ്? ആ കസ്റ്റമറെ വിളിക്കുന്ന ആളാണ് നമ്മൾ. അത് നമ്മുടെ സ്റ്റാഫായാലും നമ്മൾ തന്നെ ആയാലും കസ്റ്റമറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കസ്റ്റമർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ടെലിഫോണിലൂടെ അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിയണം. ടെലി സെയിൽസ് വളരെ വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് നൽകുന്നത്. പണ്ടൊക്കെ ഒരു കസ്റ്റമറെ കാണാനായിട്ട് കസ്റ്റമർ ഉള്ളിടത്തേക്ക് പോകുമ്പോൾ അതിന് വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടിങ്, സമയം, പിന്നെ ഡ്രസ്സിങ്, ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പം അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അല്പം എളുപ്പമായി എന്ന് തോന്നാം. എന്നാൽ അങ്ങനെ എളുപ്പമല്ല. എല്ലാ സ്കില്ലും കൂടി നമ്മളുടെ ടെലിഫോണിക് പേഴ്സണാലിറ്റിയിലേക്ക് ഒന്ന് സന്നിവേശിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഒരു ബേസിക് സെയിൽസ്മാനാണ്. എനിക്ക് സെയിൽസിൽ 20 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 10 വർഷത്തിന് മുകളിൽ തന്നെ ഞാൻ കോൾഡ് കോൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കോൾഡ് കോൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ് ലഭിച്ചിട്ടില്ലാത്ത അപരിചിതനായ ഒരാളെ വിളിച്ച് നമ്മുടെ പ്രോഡക്റ്റ് പറയുന്ന രീതിയാണ്. അന്നൊക്കെ ദിവസേന 180ഓളം പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 10-12ഓളം വർഷങ്ങൾ. അപ്പോൾ ആകെ ഞാൻ വിളിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ലക്ഷങ്ങൾ വരും. അതിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഞാൻ രൂപപ്പെടുത്തിയിട്ടുള്ള തിയറികൾ, പിന്നെ ഒരുപാട് സെയിൽസ് ട്രെയിനിങ് കോഴ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവുകളുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് ഞാൻ സെയിൽസിനെ കുറിച്ചുള്ള ഈ വീഡിയോ തയ്യാറാക്കുകയാണ്. ഇത് ഒറ്റ സ്ട്രെച്ചിന് പറയുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ വരും. അതുകൊണ്ട് ഇത് ഓരോ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. സെയിൽസിൻ്റെ 100ന് മേൽ വരുന്ന ഐഡിയാസ് അത്രയും തന്നെ വീഡിയോസായിട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഓരോ വീഡിയോയ്ക്കും അത് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ലഭിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് സെയിൽസിന് നമ്മൾ വിധേയരാകുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്കൊരു ജോലിക്കാരനെയോ ജോലിക്കാരിയെയോ വേണം.
അപ്പോൾ നമ്മൾ പരസ്യം ചെയ്യുന്നു, നമ്മളുടെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന, നമ്മുടെ മുമ്പിലോ ഫോണിലോ വന്നിരിക്കുന്ന ആളിന് നമ്മളാദ്യം നമ്മളെ തന്നെ വിൽക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ഫേം, ഇത്ര സാലറി ഉണ്ട്, ഇന്ന അമ്യൂണിറ്റീസ് നമ്മൾ നൽകുന്നുണ്ട്, ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുത്തുവാനായിട്ടുള്ള നമ്മളുടെ ഒരു ശ്രമമല്ലേ അവിടെ നടക്കുന്നത്. ഇൻഫാക്ട് വി ആർ സെല്ലിങ് അവർ സെൽഫ്. അതുപോലെ വരുന്ന ഉദ്യോഗാർത്ഥിയില്ലേ, അയാളെ വിൽക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്താ, ഇന്നതാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ഞാൻ ഇത്ര വർഷം ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നതുപോലെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്നെ നിങ്ങൾ ജോലിക്കെടുത്താൽ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയും ഇന്നതുപോലെയൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും എന്ന് അയാൾ പറയുമ്പോൾ അയാളെ നമുക്ക് വിൽക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടൊരു ഇഷ്ടം വേണം അല്ലേ? ഇഷ്ടമാണ് സെയിൽസിനെ ഉണ്ടാക്കുന്നത്. എങ്ങനെ ഇഷ്ടപ്പെടുത്താം? അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് തിയറികളുണ്ട്, ഒരുപാട് തന്ത്രങ്ങളുണ്ട്. ഇത് ഒരു ഹാർഡ് വർക്കിൻ്റെ മേഖലയാണ്. ഇന്ന് നമുക്കറിയാം സ്മാർട്ട് വർക്കിൻ്റെ ഒരു കാലഘട്ടമാണ്. പക്ഷേ സ്മാർട്ട് വർക്കിന് പ്രവേശനമില്ലാത്ത ഒരു മലയാണ് സെയിൽസ് ആബ്സല്യൂട്ട്ലി ഹാർഡ് വർക്ക് തന്നെ ആവശ്യമുള്ളൊരു മേഖലയാണ്. കാരണം അവിടെ ഷോർട്ട് കട്ടില്ല. സെയിൽസ് ഒരുപാട് ക്ഷമയോടെ ഹാർഡ് വർക്കോടെ പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. 100 കണക്കിന് വീഡിയോസ് ഇതിന് പുറകെ വരും. ഓരോന്നും ശ്രദ്ധാപൂർവം കേട്ട് സെയിൽസ് പഠിക്കണം. സെയിൽസ് ഒരു ഹൈ സ്കിൽ ടാലൻ്റ് ആണ് കേട്ടോ. ഹൈ സ്കില്ല് വേണ്ട ഒരു ജോലിയാണ് സെയിൽസ്. ഒരു ക്ലറിക്കൽ വർക്കോ മറ്റു വർക്കൊക്കെ ആവറേജ് സ്കില്ലുള്ള ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. സെയിൽസ് അങ്ങനെയല്ല, ഹൈ സ്കില്ല് വേണ്ട ഒരു ജോബാണ് സെയിൽസ്. ഞാൻ ജോലി ചെയ്തിട്ടുള്ള ചില സ്ഥാപനങ്ങളിലേക്ക് സെയിൽസ് സ്റ്റാഫിന് 20,000 25,000 ഒക്കെ സാലറി അവിടെ ലഭിച്ചിരുന്ന സമയത്ത്, സെയിൽസ് അല്ല, ക്ലറിക്കൽ സ്റ്റാഫുകൾക്ക് 25,000 35,000 ഒക്കെ സാലറി ലഭിച്ചിരുന്ന സമയത്ത് സെയിൽസുകാരും ജോലി കയറുമ്പോൾ ആ സാലറി ആയിരിക്കും. പക്ഷെ പിന്നീട് അവർ 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ സാലറി നേടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനും അക്കൂട്ടത്തിൽ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ അതെങ്ങനെയാണ് ഇത് സാധിച്ചതെന്നുള്ളത് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സന്നദ്ധതയോടെ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ബിസിനസ്സിന് വലിയൊരു വിജയം ആശംസിക്കുന്നു.